ഹായ് ഫ്രണ്ട്സ്, അപ്സു ബേബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഫ്ലോപ്പ് ആവാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് അതിൽ ഓൺലൈൻ ഓപ്ഷനുകൾ തൊട്ടെടുക്കാനും മാർക്ക് ചെയ്തിട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇൻസ്റ്റൻ്റായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി നെയ്യപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിപ്പൊടിയാണ്, അരി വറുത്ത പൊടി വറുക്കാത്തത് ഏത് വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ 2 ഗ്ലാസ് ഞാൻ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ഞാൻ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1/2 ഗ്ലാസ് റവയും ഒരു 3-4 ഏലക്ക ഇതുപോലെ കുത്തി ചതുക്കി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ കേട്ടോ ചേർത്ത് കൊടുത്തത്. 2 നുള്ള് അപ്പക്കാറ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ 3 അച്ചി ശർക്കരയാണ് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അലിയിച്ചെടുത്തത്. നല്ല വെട്ടി തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് ചെയ്തേക്കാം, ഒട്ടും ഫ്ലോപ്പുള്ള നല്ല അടിപൊളി ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചുടുവെള്ളം നമ്മൾ ശർക്കര പാനി വെച്ചിട്ടുള്ള അതേ പാത്രത്തിലേക്ക് അല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുവട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് മൈദ ചേർത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നെയ്യ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാട്ടോ, ഒഴിവാക്കാം. ഒരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ രുചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഇതേ രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കട്ടിയിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് ഓയിലൊന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നേരെ നമുക്കിതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാറ്ററി ഈ ഒരു കട്ടിയിൽ വേണം, ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് എന്നാലേ ഉൾഭാഗം പുറം ഭാഗം ഒക്കെ ഒരേപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പാണ് കേട്ടോ. ഇത്രയും സൂപ്പറായിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി നെയ്യപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.